Hi students, നമ്മൾ ഒരു പുതിയ ടോപ്പിക് പഠിക്കാൻ പോവാണ്. Chromatography. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് കളേഴ്സ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ദേ ആർ ഐഡൻറ്റിഫൈഡ് നോർമലി ഓൺ ദ ബേസിസ് ഓഫ് കളേഴ്സ്. ഓക്കെ, നിങ്ങളിവിടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടല്ലോ ക്രൊമാറ്റോഗ്രഫി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ chromatography, the word is from Greek and it is a combination of two words, chroma which means color and graphy which means to write. So chromatography is literally meaning color writing and to write with colors. It was first employed by the Russian scientist Svet in 1900. So this is a technique which is used to separate and identify components of a mixture. Chromatography was primarily used for the separation of plant pigments such as chlorophyll, carotenes and xanthophylls. Since these components have different colors like green, orange, yellow, etc., they gave the technique its name. Chromatography എന്ന് വെച്ചാൽ നമ്മൾ കളർ വെച്ച് എഴുതുക, അതായത് പെയിന്റ് അടിക്കുന്ന പോലെ കളർ വെച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ക്രോമറ്റോഗ്രഫിയുടെ വേർഡ് മീനിങ്. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡാണ്. അപ്പോൾ ക്രോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിനാണ് അർത്ഥം, ഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റൈറ്റ്. ഓക്കെ, അപ്പം കളർ വെച്ച് റൈറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് എന്തുണ്ടായിരിക്കും, കളേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഡിഫറെൻ്റ്ലി കളേർഡ് ആയിട്ടുള്ള പ്ലാന്റ് പിഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിനകത്തുനിന്നാണ് ഈ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ടായത്. ഈ പല പ്ലാന്റ് പിഗ്മെന്റ്സിന് പല പല കളറായതുകൊണ്ട് നമുക്ക് ഓരോരോ കളറിലുള്ള ലെയേഴ്സ് കിട്ടി. അപ്പം അങ്ങനെ ആ ഓരോ ലെയേഴ്സിനകത്തുനിന്നും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആ ലെയേഴ്സിന്റെ കളറിനകത്തുനിന്ന് തന്നെ ഈ ടെക്നിക്കിന് നമ്മൾ ക്രോമറ്റോഗ്രഫി എന്ന് പേര് കിട്ടും. അപ്പം ഇത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഫോർ ദ സെപ്പറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ്. So, as a definition, chromatography is a technique for separating mixtures into their components in order to analyze, identify, purify and quantify the mixture or components. നമ്മളൊരു മിക്സ്ചറിനകത്തുള്ള കമ്പോണൻസിനെ അനലൈസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ക്വാണ്ടിഫൈ ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മളൊരു സിമ്പിൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഷേപ്പിലുള്ള കുറേ ഓബ്ജക്ട്സ് മിക്സപ്പ് ചെയ്തേക്കുവാണ്. അതിനകത്തിൽ സ്പിയേഴ്സ് ഉണ്ട്, വലിയ സ്പിയേഴ്സ് ഉണ്ട്, കൊച്ചു സ്പിയേഴ്സ് ഉണ്ട്, സ്ക്വയേഴ്സ് ഉണ്ട്, ഡോട്ട്സ് ഉണ്ട്, റെക്റ്റാങ്കിൾസ്. അപ്പം അങ്ങനെ പല ഷേപ്പുകളുള്ള ഒരു മിക്സ്ചർ നമ്മളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഓരോരോ ഷേപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഓരോരോ ഷേപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സ്പിയേഴ്സ് അല്ലെങ്കിൽ വലിയ പാർട്ടിക്കിൾസ് കിട്ടി, കൊച്ചു കൊച്ചു സ്പിയേഴ്സ് കിട്ടി, റെക്റ്റാങ്കിൾസ് കിട്ടി, ഡോട്ട്സ് കിട്ടി. അങ്ങനെ പല ടൈപ്പിലുള്ള കമ്പോണൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ക്രോമറ്റോഗ്രഫിക്കകത്ത് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടു സെപ്പറേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ഡിഫറെന്റ് കമ്പോണൻസ് ഇൻ എ മിക്സ്ചർ. സോ ദസ് ബൈ ഡൂയിങ് ദിസ് പ്രോസസ് വി ഹാവ് അനലൈസ്ഡ് വാട്ട് ആർ ദ ഷേപ്സ്, then identified each shape, then purified. That means we have resolved into different components and then quantified. That means here we have 3 large spheres, 4 small spheres, 3 rectangles and 2 dots. So we have analyzed, identified, purified and also quantified the mixture of different objects. Similarly, when we are doing the chromatographic technique, നമ്മൾ ഒറിജിനലി ക്രോമറ്റോഗ്രഫി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അഡ്സോർബിങ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, സർഫസിൽ പറ്റിപ്പിടിച്ച് നിൽക്കുക, അതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ് ആകാം. അങ്ങനെ ഒരു ലെയർ ഉണ്ടായിരിക്കും. ആ ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സോൾവെൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മിക്സപ്പ് ചെയ്ത് ഒരു സ്ലറിയാക്കി ഒരു ട്യൂബിനകത്ത് ഫില്ല് ചെയ്തേക്കുവാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അതായത് നമ്മളൊരു അഡ്സോർപ്റ്റീവ് മീഡിയം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ക്രോമറ്റോഗ്രഫിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇനി എൻഡിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഏതെങ്കിലും മിക്സ്ചർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് അഡ്സോർപ്ഷൻ അനുസരിച്ച് നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് കളേർഡ് ലെയേഴ്സ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ കളേർഡ് ഇത് നമ്മൾ പ്ലാന്റ് എക്സ്ട്രാക്ട് വെച്ചിട്ട് എക്സ്പെരിമെന്റ് നടത്തിയതാണ്.
അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് പിഗ്മെന്റ്സ്, എക്സാമ്പിൾ ആണെങ്കിൽ ക്ലോറോഫിൽസ് ഉണ്ട്, സാന്തോഫിൽസ് ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും എന്തായിരിക്കും, ഓരോ ക്ലോറോഫിൽസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഗ്രീൻ ആയിരിക്കും. സാന്തോഫിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ്, ദെൻ കരോട്ടിനോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് ആയിരിക്കും. അങ്ങനെ ഓരോരോ കളറിൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ്. ഓക്കെ, സോ ദ സെപ്പറേഷൻ വാസ് ഡൺ യൂസിങ് എ column of adsorbent. So this is what is we are doing in the chromatographic techniques. So when we are looking into the principle of chromatographic techniques, normally we have two phases. One is called the mobile phase and the second is called the stationary phase. The stationary phase is one which is stable, അല്ലെങ്കിൽ മൂവ് ചെയ്യാതെ നിൽക്കുന്ന ഒരു പാർട്ട് കാണും, മൂവ് ചെയ്യുന്ന ഒരു പാർട്ട് കാണും. മൂവ് ചെയ്യുന്നതിനെ നമ്മൾ മൊബൈൽ എന്ന് പറയുന്നു, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതിനെ സ്റ്റേഷനറി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ക്രോമറ്റോഗ്രഫി ടെക്നിക്കിനകത്തിൽ there are two phases. One is the mobile phase and the second is the stationary phase. So the mobile phase refers to the mixture of substances to be separated, dissolved in a liquid or a gas. The stationary phase is a porous solid matrix through which the sample contained in the mobile phase percolates. The interaction between the mobile phase and the stationary phase results in the separation of the compound from the mixture. അപ്പോൾ നമ്മൾ ക്രോമറ്റോഗ്രഫി ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് കമ്പോണൻസ്, മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും. മൊബൈൽ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട എല്ലാ കമ്പോണൻസിനെയും കൂടെ നമ്മൾ ഏതെങ്കിലും ലിക്വിഡിനകത്തിലോ അല്ലെങ്കിൽ ഗ്യാസിനകത്തിലോ ഡിസോൾവ് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സോളിഡ് മെറ്റീരിയൽസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് ദ മൊബൈൽ ഫേസ്, അല്ലെങ്കിൽ മൊബൈൽ ഫേസിന് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സോളിഡ് അബ്സോർബിംഗ് മെട്രിക്സിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സെപ്പറേഷൻ നടക്കുന്നത്. അതാണ് ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ക്രോമറ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പിളിനെ എന്ത് ചെയ്യുന്നു, മൊബൈൽ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡോ സോൾഡോ ആയിരിക്കും, അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യുന്ന കമ്പോണൻസിനെ മിക്സപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ സാമ്പിളിനെ മൊബൈൽ ഫേസിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആ മൊബൈൽ ഫേസ് എന്ത് ചെയ്യുന്നു, സ്റ്റേഷനറി ഫേസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ആ സ്റ്റേഷനറി ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു കോളം ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോളിഡ് സർഫസ് ആകാം. ഓക്കെ, എന്നിട്ട് ഈ സ്റ്റേഷനറി ഫേസിനകത്തൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൊബൈൽ ഫേസ് പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ സാമ്പിളിന് നമ്മളുടെ സ്റ്റേഷനറി ഫേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നു. അങ്ങനെ ആ ഇന്ററാക്ഷൻ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നടക്കുന്നോ അത്രത്തോളം മൂവ്മെന്റ് സ്ലോ ആയിരിക്കും. അതായത് സ്ട്രോങ്ലി ഇന്ററാക്ടിങ് വിത്ത് ദ സ്റ്റേഷനറി ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അങ്ങനെ ഈ സ്റ്റേഷനറി ഫേസിൽ കൂടെ നമ്മുടെ മൊബൈൽ ഫേസ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു സ്പീഡ്, അതേപോലെ തന്നെ എത്രയും സ്ട്രോങ് ആയിട്ടാണ് സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പോണൻസ് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് മാറുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ക്രോമറ്റോഗ്രഫിക് ടെക്നിക്കിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം അഡ്സോർപ്ഷൻ ഓർ റിട്ടൻഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഓൺ ദ സ്റ്റേഷനറി ഫേസ്. നമ്മുടെ സ്റ്റേഷനറി ഫേസിൽ കമ്പോണൻസ് ഒന്നുകിൽ അഡ്സോർബ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നു. ഇനി രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്സോർപ്ഷന്റെ പവർ അല്ലെങ്കിൽ റിട്ടൻഷന്റെ പവറിനെ ബേസ് ചെയ്തുകൊണ്ട് സെപ്പറേഷൻ നടക്കുന്നു. ആ സെപ്പറേറ്റ് ചെയ്തതിനെ നമ്മൾ മൊബൈൽ ഫേസ് വീണ്ടും പാസ് ചെയ്യിപ്പിച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കുന്നു. അതിനെ നമ്മൾ എല്യൂഷൻ എന്ന് പറയുന്നു. ഈ എടുത്തേക്കുന്ന, അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും അനലൈസ് ചെയ്ത് നോക്കുന്നു എക്സാക്ട് എന്ത് കമ്പോണന്റ് ആണെന്നുള്ളത്. ഇനി നമ്മൾ ക്രോമറ്റോഗ്രഫിക് ടെക്നിക്കിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ബേസ്ഡ് ഓൺ ദ സെപ്പറേഷൻ മെക്കാനിസത്തെ ബേസ് ചെയ്തുകൊണ്ട് അഡ്സോർപ്ഷൻ എന്നും പാർട്ടീഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അഡ്സോർപ്ഷൻ ആണ് അതിന്റെ, അതായത് ഏതെങ്കിലും ഒരു സർഫസിലേക്ക് അഡ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഇനി ഏതെങ്കിലും രണ്ട് ലിക്വിഡ്സിനിടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഇനി ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് മൊബൈൽ ഫേസിനെയും സ്റ്റേഷനറി ഫേസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സോളിഡ് ഫേസ് ക്രോമറ്റോഗ്രഫി എന്നും ലിക്വിഡ് ഫേസ് ക്രോമറ്റോഗ്രഫി എന്നും പറയും. അതിൽ തന്നെ രണ്ടും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ലിക്വിഡ് ഫേസ് ക്രോമറ്റോഗ്രഫിക്കകത്തെ മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് ഗ്യാസ് ആകുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും. അതേപോലെ തന്നെ സോളിഡ് ഫേസ് ക്രോമറ്റോഗ്രഫിക്കകത്തെ സ്റ്റേഷനറി ഫേസ് സോളിഡ്, മൊബൈൽ ഫേസ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും.
ഇനി ഇവിടുത്തെ മൊബൈൽ ഫേസ് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി എന്ന് പറയും. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ക്രോമറ്റോഗ്രാഫിക് ബെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലുള്ള സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ആണെന്ന് എടുക്കുന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാനാർ ക്രോമറ്റോഗ്രഫിന്നും കോളം ക്രോമറ്റോഗ്രഫിന്നും തിരിക്കാം. പ്ലാനാർ ക്രോമറ്റോഗ്രഫിക്കകത്ത് രണ്ട് കാറ്റഗറിയാണ്, പേപ്പർ ക്രോമറ്റോഗ്രഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയും. പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേഷൻ നടത്തുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽട്ടർ പേപ്പർ വെച്ചായിരിക്കും. ഇനി തിൻ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തിൻ ലെയർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു അബ്സോർബിംഗ് മെറ്റീരിയൽ ഒരു തിൻ ലെയർ ആയിട്ട് കോട്ട് ചെയ്തതിനേക്കാളായിരിക്കും നമ്മൾ സെപ്പറേഷൻ നടത്തുന്നത്. ഇനി കോളം ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ട ഒരു പടമില്ലേ, ഒരു ബ്യൂററ്റിന്റെ പടം, അതാണ് കോളം ക്രോമറ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പാക്ഡ് കോളമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബുലാർ കോളമായിരിക്കും. ട്യൂബുലാർ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുകിൽ വൈൻഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ നീളത്തിലുള്ളതായിരിക്കും. അങ്ങനത്തെ ട്യൂബുലാർ കോളം ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ട്യൂബുലാർ കോളം ക്രോമറ്റോഗ്രഫി എന്ന് പറയും. അപ്പം നമ്മുടെ ക്രോമറ്റോഗ്രഫി ടെക്നിക്സിനെ we can classify depending on different bases. Based on the mechanism of separation, the chromatography techniques can be classified into adsorption and partition. Based on the phase, that is the mobile and stationary phase, chromatography can be classified into solid phase chromatography and liquid phase chromatography. And again, depending on the mobile and stationary phases, we can classify them into solid liquid chromatography, solid gas chromatography, liquid chromatography, and also liquid gas chromatography. Then based on the chromatographic bed or the shape of the chromatographic material, we can classify chromatography into planar chromatography and also the column chromatography. If we are doing the chromatography separations on the surface of a paper, it is called paper chromatography. And if we are using an adsorptive layer which is very thin, then we will call it as thin layer chromatography. And in column chromatography, either we can use a packed column of adsorbent and also we can use an open tubular column of adsorbent. So these are the basic things about the chromatography techniques. That means what is meant by chromatography, what does the term mean, what are the terminology used in the chromatography, that is mobile phase and stationary phase, and what is the principle behind the chromatographic separation, and what are the uses of chromatographic technique. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?